ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കാലത്ത് ചെറിയൊരു വിശേഷമാണ് കാണിക്കുന്നത്. രാവിലെ മുരിങ്ങയുടെ ഇലയും ചക്കക്കുരുവും കൂടിയും കറി വയ്ക്കുകയാണ്. നാളികേരമൊക്കെ അരച്ചിട്ട്. പിന്നെ ചെറിയൊരു ഉപ്പേരിക്ക് അമ്മ അവിടെ നുറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുകയാണ്. ചപ്പാത്തി കുഴയ്ക്കലും പരത്തലൊക്കെ ഞാൻ അടുക്കളയിൽ ചെയ്യുന്നുണ്ട്. പുറത്ത് അടുപ്പിലാണ് അവിടെ അമ്മ പണിയെടുക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ചോറ് അടുപ്പത്തുണ്ട്, പിന്നെ ഉപ്പേരിക്ക് അരിയുണ്ട്, പിന്നെ ചപ്പാത്തിക്ക് ഞാൻ പരത്തിയത് അവിടെ വെച്ചെടുക്കും. അപ്പോഴേക്ക് ഞാൻ ഇവിടെ ഇതൊക്കെ കുഴച്ച് പരത്തി നാളികേരം ചിരകുക, പിന്നെ കറി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പണിയാണ് കേട്ടോ. അപ്പം ചക്കക്കുരുക്ക് നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ടുണ്ട്, പരിപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ പരിപ്പും ഇട്ട് നല്ല ഗ്യാസിലെടുക്കും, അത് പറ്റില്ല. അപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ 2 മണി ഇടാം നാളികേരമൊക്കെ അരയ്ക്കുമ്പോൾ. പിന്നെ മുരിങ്ങടലൊക്കെ ഇട്ടിട്ട് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും മുരിങ്ങടലൊക്കെ വെക്കാൻ സിമ്പിളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും വീട്ടിലത്തെ ഒരു വെക്കണത് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. പരിപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചും ടേസ്റ്റ് കൂടും. അങ്ങനെ നമ്മുടെ കറിക്കുള്ള അരപ്പ് ഞാൻ തയ്യാറാക്കി. അതായത് നാളികേരത്തിൽ കുറച്ച് 2 മണി നാളികേരം ചിരകണം ഉള്ളൂട്ട് നാളികേരം. അപ്പോൾ ഇവിടെ നിന്ന് ചിരകണ ഒരു ചിരകാണ് കേട്ടോ. ഇവിടെ ചിരകൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ 2 പച്ചമുളകും അതേപോലെ ചെറിയ ഉള്ളി ലേശം ജീരകം എടുത്തിട്ടാണ് ഞാൻ അരച്ചത്. അങ്ങനെ അരക്കലൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഒക്കെ സ്പീഡിൽ രാവിലെ വൈകി എണീച്ചാലും നമ്മൾ പണിയെടുക്കേണ്ടത് സ്പീഡിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്തു. ഇനി അതിലേക്ക് നമുക്ക് നാളികേരം അരച്ചൊഴിച്ചത് അതിലിടാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ട്, ഞങ്ങൾക്ക് കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ വാണിയംകുളത്തെ കൂട്ടുകാരും നിത്യ, പിന്നെ പ്രസന്ന, അതേപോലെ ബിന്ദു ചേച്ചി, പിന്നെ നെയ്യലത്തെ ഒരു ഫ്രണ്ട്, അങ്ങനെ രശ്മി തുണിക്കടയിലത്തെ, അങ്ങനെ കുറച്ച് പേർക്ക് കാണാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുന്നൊക്കെ ഫ്രണ്ടായിരുന്ന ശൈലജ, അപ്പോൾ അവരൊക്കെ കാണുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പേര് ഒന്നും കൂടി പറഞ്ഞത് കേട്ടോ. അപ്പം ഇനി ഒരുപാട് പേരുടെ പേര് പറയാനൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട. അപ്പോൾ കടറ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. രാവിലത്തെ ഒരു അംഗം വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ അമ്മ വൃത്തിയാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനുള്ളതൊക്കെ അലക്ക് കഴിഞ്ഞു. പിന്നെ നല്ല വെള്ളം കൊണ്ടുവരണം, നല്ല വെള്ളം കൊണ്ടുവരണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാരിയും കൊണ്ടൊരു ടോപ്പ് അടിച്ചു എന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് ടോപ്പൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്കൊക്കെ എന്തായാലും ഇടാമല്ലോ. അപ്പോൾ ഇനി സമയം ഇപ്പോൾ 8:15 ആയിട്ടുണ്ട്. അപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കട്ടെ കേട്ടോ. കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനി ഷോപ്പിലേക്ക് പോകണം. ഷോപ്പിലേക്ക് അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം അവിടെ തയ്ക്കേണ്ട ആൾക്കാരൊക്കെ വരുമ്പോൾ ക്യാമറ ഇങ്ങനെ ഓണാക്കിയിട്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു മോശം പോലെ എനിക്ക് തോന്നി. എന്നാലും നമ്മുടെ അറിയുന്ന ആൾക്കാരെ വെച്ച ഷോപ്പിലേക്ക് വരുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരുടെ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. കാണാതെ നമുക്ക് എടുക്കാനുള്ള ഇതില്ല, അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അമ്മ അതവിടെ മൈലാഞ്ചിയുടെ ഇല അരയ്ക്കാൻ തലമുടിയൊക്കെ ഒന്ന് അരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടല്ല, തേക്കാൻ വേണ്ടിയിട്ടതാ ഇല ഊരുണ്ട്. ഞാൻ വിജയേട്ടനൊക്കെ വിജയേട്ടൻ പിന്നെ മുടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ല, താടിയൊക്കെ നരച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഇലയൊക്കെ അരച്ച് ചെറുതിൻ്റെ കൂട്ടി തലയിൽ തേക്കും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇനി ഞാൻ ഇപ്പോൾ പോണത് അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ. കാരണം 9:45 ബസ്, അതുവരെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ കാണിക്കാം.
അപ്പോൾ അമ്മായിക്ക് ഞാൻ കുറിപ്പൈസ കൊടുക്കാൻ കേട്ടോ 2 മാസത്തെ. ഇനിയിപ്പോൾ അമ്മായി ചീത്ത പറയുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അമ്മായിയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. അവർക്ക് സന്തോഷമാണോ ദേഷ്യമാണോ എന്ന് നമുക്ക് കാണാമല്ലോ. അങ്ങനെ അമ്മായി ഇപ്പോൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. കാരണം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു വാടകയ്ക്ക് ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ അമ്മായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിയോട് ഞാൻ പറഞ്ഞു, അമ്മായി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഷജിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ പേര് അറിയുമെന്ന് അറിയില്ല. എൻ്റെ പേര് ഷജി എന്നാണ് കേട്ടോ. ഷജി ലാന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷജി എന്നാണ് എല്ലാവരും വിളിക്കുക. ഞങ്ങൾ എല്ലാ കൂട്ടുകാരും എന്നെ ഷജി ചേച്ചി എന്ന് വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായി, മൂത്ത അമ്മായി. പിന്നെ ഇനിയുണ്ട് കേട്ടോ അമ്മായിമാർ ഇനി ഇവിടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ അമ്മായിക്ക് സങ്കടം എല്ലാം കൂടി വന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവരുടെ വീട് പണിയെടുക്കുന്നത്. അപ്പോൾ അവർ കുറച്ചായി ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് ഇരിക്കണം. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2ാമത്തെ അമ്മായി വന്നു, അങ്ങനെ 3ാമത്തെ അമ്മായി വന്നു. ഇവരൊക്കെ അച്ഛൻ്റെ പെങ്ങന്മാരാണ് കേട്ടോ. സ്വന്തം അച്ഛൻ അച്ഛൻ്റെ സ്വന്തം പെങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. കുറച്ച് നേരം അവിടെ ബാഗൊക്കെ ഒതുക്കി വെച്ചിട്ട് അവിടെ ബസ് വരണ വരെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുക, പുട്ട് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. വേണ്ട അമ്മായി ഒന്നും വേണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ 3 അമ്മായിമാരോടും കുറേ കളിയും തമാശയൊക്കെ പറഞ്ഞു. അവരിൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് ചിരിയോട് ചിരി. അപ്പോൾ മറ്റത് പിന്നെ എപ്പോഴും വീടിൻ്റെ അടുത്തുണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് അവർക്ക് പെട്ടെന്നൊരു വിഷമം. അവരിവിടെ എപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഞങ്ങളൊക്കെ മറന്നൂലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മായിയമ്മയുടെ പരാതി. അപ്പോൾ നമുക്ക് കട ഷോപ്പ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ നമ്മൾ തന്നെ മറക്കല്ല, ഓർമ്മ ഉണ്ടാവും, പക്ഷേ എങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ്. അതേപോലെ തന്നെയാണ് വിജയൻ്റെ വീട്ടിൽ പോയിട്ടും കുറേ ആയിട്ടോ. ഇപ്പോൾ ചേച്ചി പണക്കൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോകണം ഒരു ദിവസം. അപ്പോൾ അമ്മായിക്ക് ഇങ്ങോട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ മടിയുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്മായിയൊക്കെ എപ്പോഴും കാണാൻ രാത്രി 11:30 ഏത് സമയം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ അമ്മായിയൊക്കെ. എൻ്റെ വീഡിയോ കാണാറുണ്ട് സ്ഥിരമായിട്ട്. കാരണം അവരെൻ്റെ ആൾക്കാരുടെ ഒരു യൂട്യൂബിൽ വരുമ്പോൾ അവർക്ക് കാണണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിശേഷങ്ങളെന്ന് പറയാൻ അപ്പോൾ എൻ്റെ നന്മ വ്ളോഗ് എല്ലാവരും കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ ഈ നന്മ വ്ളോഗ് എന്നുള്ള പേരിന് ഞാൻ കടയിലത്തെ ഷോപ്പ് അവിടെ ഷോപ്പിൻ്റെ പേരാണ് കേട്ടോ നന്മ. അപ്പോൾ ഞാൻ ഈ കട തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പേര് കണ്ടുപിടിക്കാൻ കുറച്ച് 2 ദിവസം ഞാൻ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പോയ സമയത്തൊക്കെ ഞാൻ എല്ലാ കടയിലും നോക്കി, ഓരോ പേരുകൾ നോക്കി. എനിക്കതൊന്നും ഇഷ്ടമായില്ല. വാണിയംകുളം മുതൽ വിയ്യൂർ വരെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ എല്ലാ കടകളിലും പേര് നോക്കും. ഒന്നും എനിക്കിഷ്ടമായില്ല. പിന്നെ എൻ്റെ ഒരു പിന്നെ അമ്മ കരുണ എന്ന് പറഞ്ഞു കേട്ടോ. ഷോപ്പിന് കരുണ എന്ന് പേരിട്ടോ പറഞ്ഞു. പക്ഷെ അത് ഇഷ്ടമാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു നന്മ എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരമാണ് നന്മ എന്ന പേര് ഷോപ്പിനിട്ടത്. അപ്പോൾ അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും ആ പേരിന് ഞാനത് സെലക്ട് ചെയ്യാൻ കാരണം. എന്താണെന്നറിയില്ല, അതിലൊരു നന്മ എന്താണെന്നറിയില്ല കേട്ടോ. ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മകൻ്റെ സൗണ്ടാണ് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു വർത്തമാനം പറയുകയാണ് അവിടെ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. യാത്ര പറയാൻ ഷോപ്പിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്ക് പോകണത് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ ബസ്സിൽ. ബാക്കി ഞാൻ വേറെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വന്നതിൻ്റെ ബാക്കി വീഡിയോ ആണ് കാണിക്കാൻ പോകണത് കേട്ടോ. അതുകൊണ്ട് എന്തെങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഇതുവരെ ക്ലോസ് ആക്കിയിട്ട് ഇനി ഞാൻ വീട്ടിലത്തെ വിശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ബസ്സിൽ പോയി കഴിഞ്ഞു കേട്ടോ. ഇനി വീട്ടിലെത്തില്ല കേട്ടോ. വൈകുന്നേരത്തെ ഒരു ഭാഗം കാണിക്കണമെന്നല്ലോ കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്ക് പോകണ വരെ കാണിച്ചിട്ട്. അപ്പം ഞാൻ ഗോതമ്പ് പൊടിയിൽ മുളക് പൊടി ഇട്ടു,
കുറച്ച് മറ്റേ ഉപ്പ് പൊടി ഇട്ടു. പിന്നെ അയ്യോ ഒരു വെള്ള ഉപ്പിൻ്റെ പോലെ എന്താ പൊടി, സോഡാപ്പൊടി, സോഡക്കാരം ലേശം ഒരു നുള്ളിട്ടു. എന്നിട്ടത് കൂട്ടി കുഴച്ചിട്ട് വെറുതെ എണ്ണയിലേക്ക് ഇട്ടു കേട്ടോ. വേറെ ഒന്നും കഴിക്കാനില്ല, വേറെ കടൽമാവൊക്കെ കഴിഞ്ഞിറക്കണു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം വെറുതെ ഗോതമ്പ് പൊടി കൊണ്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്നും ഉണ്ടാക്കുകയാണ്. ചായക്ക് 2 എണ്ണം കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ കൂടി ആദ്യം തന്നെ ഞാൻ ബിജേട്ടനും അച്ഛനും എല്ലാവർക്കും കൊടുത്തു കേട്ടോ. കാരണം ഇത് വന്നിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നേരം വൈകുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അവർക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഞാൻ കമൻറ്റും എല്ലാം ഞാൻ വായിക്കാറുണ്ട്. എല്ലാം വായിച്ചിട്ട് ആ കമൻറ്റുകൾ വേറെ ആൾക്കാരും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് 2 വരി അങ്ങനെ 1 വരിയായാലും വേണ്ടില്ല, നന്നായി അല്ലെങ്കിൽ സൂപ്പർ ഇഷ്ടമായില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ശരിയാക്കണം, അങ്ങനെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. 1 വരി എഴുതിയെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് എങ്കിലും തരണം കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഞാനും അമ്മയും കൂടി വൈകുന്നേരത്ത് പിന്നെ യുദ്ധങ്ങളാണ് കേട്ടോ. ഉപ്പുണ്ട് നോക്കാൻ കേട്ടോ. ഉപ്പുണ്ട് നോക്കിയിട്ട് അങ്ങനെ അമ്മ അപ്പോഴേക്കത് അവിടെ ഓരോ പണികളുണ്ടാവും കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അമ്മയ്ക്കിത് എവിടെ അത്ര പണി കിട്ടുമെന്ന് നോക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും അമ്മയ്ക്ക് പണിയുള്ളൂ. എങ്ങനെ ഇത് വരണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമ്മുടെ ഗോതമ്പ് കൊണ്ട് ഒരു സ്നാക്സ്, കുറച്ച് ലെങ്ത്ത് കൂടി. അതപ്പോൾ ഉണ്ടായത് ലെങ്ത്ത് കൂടുമ്പോഴേ കുറേ നേരം പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മറ്റത് 8 മിനിറ്റൊക്കെ ആകുമ്പോഴേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 18 മിനിറ്റൊക്കെ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുമ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ചായക്കുള്ള കടിയൊക്കെ ആവാറായിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യാണ് എന്താ ഇവിടെ ഉണ്ടാക്കുന്ന വെച്ചിട്ട്. അപ്പോൾ മാവിൽ കുറച്ചും കൂടി ഒരു വെള്ളം ഒഴിച്ചിട്ട് കലക്കിയാൽ കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് വെള്ളം കമ്മിയാക്കിയിട്ടാണ് ആക്കിയത്. രണ്ടാമത് ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ലൂസിൽ ഞാൻ അതിൽ എണ്ണയിലിട്ടപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങളുടെ പേരില്ല പലഹാരം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ കുറേ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ കടൽമാവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ നോക്കി ചെയ്യാറുണ്ട് കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഓരോന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൽ. കാരണം അത് കുറച്ച് ടേസ്റ്റ് നല്ല കഴിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിത് സൗണ്ട് കൊടുക്കണത് രാത്രി 9 മണിക്കാണ് കേട്ടോ. ഇനി 9 മണിക്ക് ഞാനിപ്പോൾ സൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇനി സൗണ്ട് കൊടുത്തിട്ട് ഇത് ഡൗൺലോഡായി വരുമ്പോഴേക്കും ചിലപ്പോൾ കാണാം 10:30, 11 അല്ലെങ്കിൽ 12, 1 മണി. അപ്പോൾ ഇത് എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. ഇപ്പോൾ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് കുറച്ച് കഴുകണത്.
എൻ്റെ കൂട്ടുകാരെ, ഇതെന്താ കഴിയാണില്ലല്ലോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും എല്ലാവർക്കും കൊടുത്തു. കഴിക്കാനൊക്കെ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ചായ കുടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ സമയം വൈകി, സമയം 7:15 ആവാറായിട്ടുണ്ട്. വന്നിട്ട് ഇത്രയും നേരമായി, എനിക്ക് ചോറുണ്ണാറായി. അപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ വീഡിയോയിലേക്ക് എന്തെങ്കിലും ഇടാനും പറ്റി, ചായക്കും കഴിക്കാനും പറ്റി. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 3 കാര്യവും നടന്നു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ നേരത്തെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതാവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു അവിടെ. അപ്പം ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻ്റായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ റേഡിയോ അവിടെ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ റേഡിയോ നേരാക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ വിജയേട്ടന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ വറുക്കുകയാണ്. അപ്പോൾ അതൊക്കെ വറുത്തിട്ട് അവർക്ക് ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും. അതിനിടെ കുറച്ച് മുളക് ഇട്ട് അതിൽ മുളക് കീറിയിട്ടിട്ടു കേട്ടോ. ഉപ്പൊന്നും ഇട്ടില്ല. ഇത് ഉണക്കമീനല്ല, ഇത് ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ റേഡിയോ മഴക്കാലമായപ്പോൾ പാടില്ല. അപ്പോൾ അമ്മ ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനൊക്കെ വന്നു. അപ്പോൾ ഫോൺ അവിടെ അറിയാത്ത പോലെ വെച്ചു. അച്ഛൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ അറിയാത്ത പോലെ അച്ഛൻ്റെ ഒരു ഫോട്ടോ അല്ല കേട്ടോ, ക്യാമറയ്ക്ക് മുന്നിൽ അച്ഛനെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാറായി. നമ്മുടെ അച്ഛൻ രംഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ കാണുന്നില്ല കേട്ടോ, അവിടെ വെക്കണത് കണ്ടിട്ടില്ല, മൊബൈൽ വെക്കണത്. പിന്നെ റേഡിയോ എന്തായാലും ഒന്ന് അടുപ്പിൻ്റെ അവിടെ ഒന്ന് വെച്ച് ചൂടാക്കേണ്ടി വരും. എന്നാലാണ് ഇപ്പോൾ അത് പാടുള്ളൂ കേട്ടോ. കുറേ തട്ടലും മേടലൊക്കെ ആയി, എന്നിട്ടും പാടില്ല. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കൂട്ടുകാരെ. അപ്പോൾ അച്ഛനത് അടുപ്പിൻ്റെ അവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തന്നു, എല്ലാം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട്. ഞാനാ വെക്കുമ്പോൾ അച്ഛനൊരു പേടി. അപ്പോൾ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ട് എല്ലാവരും ക്ഷമിക്കണേ. കാരണം കട്ട് ചെയ്ത് വരുമ്പോഴേക്ക് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ കുറേ എടുത്ത് കൂട്ടുന്നിട്ട് അത് കട്ട് ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഓക്കെ, ബൈ കൂട്ടുകാരെ.